ഇന്ന് പഠിക്കുന്നത്. ടെട്രാപോഡയെ തന്നെ വീണ്ടും 4ആയി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ക്ലാസ് ആംഫീബിയ, റെപ്റ്റൈൽസ്, എയ്ഡ്സ് ആൻഡ് മാമൽസ്. ഇതിൽ ഫസ്റ്റ് വൺ ആംഫീബിയ. ആംഫീബിയ മീൻസ് ഡ്യുവൽ ലൈഫ് എന്നാണ്. ആംഫി മീൻസ് ഡ്യുവൽ ആൻഡ് ബയോ മീൻസ് ലൈഫ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ജീവിതം. They can live both in water and land. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്ന ജീവികളാണ് ആംഫീബിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് ഒരു എക്സാമ്പിൾ എടുക്കാം? നമുക്കറിയാം, ഫ്രോഗ് എന്ന് പറയുന്നത് ഒരു ആംഫീബിയ ആണ്. ഈ എന്തൊക്കെയാണ് ഈ ഫ്രോഗിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ദേ ആർ കോൾഡ് ബ്ലഡഡ് ആനിമൽസ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാം ബ്ലഡും കോൾഡ് ബ്ലഡും പഠിച്ചു അല്ലെ? അപ്പൊ ദേ ആർ കോൾഡ് ബ്ലഡഡ് ആനിമൽസ്. പിന്നെയോ സ്കിൻ ഈസ് മോയിസ്റ്റ് വിത്തൗട്ട് സ്കെയിൽസ്. അപ്പൊ സ്കിന്ന് മോയിസ്റ്റ് ആണ്, പിന്നെ സ്കെയിൽസുകൾ ആബ്സെന്റ് ആണ്. ഫിൻസും സ്കെയിൽസും പ്രസന്റ് ആയിട്ടുള്ള ഫിഷ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇവര് അക്വാട്ടിക് ആണ്, എന്നാൽ ഇവർക്ക് സ്കെയിൽസ് ആബ്സെന്റ് ആണ്. അടുത്തത് എക്സ്റ്റേണൽ ഇയർ ആയിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചർ ആണ് ടിംപാനം എന്ന് പറയുന്നത്. അപ്പൊ ടിംപാനം റെപ്രസെന്റ് ദ ഇയർ. ചെവിക്കുട അല്ലെങ്കിൽ ചെവി എന്ന് പറയുന്ന ഒരു ഘടനയായിട്ട് ഈ വിഭാഗത്തിലുള്ള ജീവികൾക്കില്ല. ഒരു സ്പോട്ട് പോലെ നമുക്ക് ഇതിന്റെ വശങ്ങളിൽ കാണാൻ സാധിക്കും. ഇതാണ് ടിംപാനം, റെപ്രസെന്റ് ദ ഇയർ. എലിമെന്ററി കനാല്, റെസ്പിറേറ്ററി ട്രാക്ട്, അതുപോലെ തന്നെ യൂറിനറി ട്രാക്ട്, ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഓപ്പൺ ചെയ്യുന്ന ആ പൊതുവായിട്ടുള്ള ഒരു ചേംബറിനെ വിളിക്കുന്ന പേരാണ് ആ ഒരു കോമൺ ആയിട്ടുള്ള ചേംബർ. അപ്പൊ ഇതിലേക്ക് വന്നിട്ടാണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം ആയാലും എക്സ്ക്രീറ്ററി സിസ്റ്റം ആയാലും എല്ലാം വന്ന് തുറക്കുന്നത്. ഇങ്ങനെ തുറക്കുന്ന ആ കോമൺ ചേംബറിനെ വിളിക്കുന്ന പേരാണ് ക്ലോയേക്ക എന്ന് പറയുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, എലിമെന്ററി കനാൽ, യൂറിനറി ആൻഡ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഓപ്പൺ ഇൻടു എ കോമൺ ചേംബർ കോൾഡ് ക്ലോയേക്ക. അപ്പൊ ക്ലോയേക്ക സ്ട്രക്ചർ ആയിട്ട് കാണപ്പെടുന്ന ഫൈലമാണ്, ക്ലോയേക്ക സ്ട്രക്ചർ ആയിട്ട് കാണപ്പെടുന്ന ക്ലാസ് ആണ് ക്ലാസ് ആംഫീബിയ. ഇനി ഈ ജീവികളുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാം. നമുക്കറിയാം അക്വാട്ടിക് ആണ്, അതുകൊണ്ട് തന്നെ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഗിൽസിലൂടെ ആയിരിക്കും. എന്നാൽ കരയിലും ഇവർക്ക് ജീവിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇവരുടെ റെസ്പിറേഷൻ എങ്ങനെയായിരിക്കും? ലങ്സിലൂടെ ആയിരിക്കും. ഇനി ഇത് കൂടാതെ ഈ വിഭാഗത്തിൽ വരുന്ന ജീവികൾക്ക് അവരുടെ സ്കിന്നിലൂടെ, മോയ്സ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് നമ്മൾ പറഞ്ഞു അല്ലെ, ആ സ്കിന്നിലൂടെ റെസ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ അങ്ങനെയുള്ള റെസ്പിറേഷനെ വിളിക്കുന്ന പേരാണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. ക്യൂട്ടേനിയസിൽ വരുന്ന ജീവികള്, ഫ്രോഗ് പോലുള്ള ജീവികൾ ചിലപ്പോൾ സമ്മർ സ്ലീപ്പ്, വിന്റർ സ്ലീപ്പ് എന്ന് പറയുന്ന ചില പ്രോസസ്സുകളൊക്കെ നടക്കാറുണ്ട്. അതായത് എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചർ വരുന്ന സമയത്ത് ഇവര് താൽക്കാലികമായിട്ട് ഇവര് ഡോർമെൻസി സ്റ്റേജിലേക്ക് പോകുന്നു. അതായത് ഈ സമയത്ത് ഇവരുടെ യാതൊരുവിധ ശാരീരിക പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. അതിന് നമ്മൾ വിന്റർ സ്ലീപ്പ്, ഹൈബർനേഷൻ, അതുപോലെ തന്നെ സമ്മർ സ്ലീപ്പ്, ഈസ്റ്റുവേഷൻ എന്നൊക്കെ പഠിക്കും. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം ഇവരുടെ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്കിന്നിലൂടെ ആയിരിക്കും, ക്യൂട്ടേനിയസ് ആയിട്ടുള്ള റെസ്പിറേഷൻ ആയിരിക്കും. ഇനി അടുത്ത ഇവരുടെ ഹാർട്ടിനെ കുറിച്ച് നോക്കാം. ഹാർട്ട് ഈസ് 3 ചേമ്പേർഡ് ആണ്. അപ്പോൾ പിസസിൽ നമ്മൾ പഠിച്ച് 2 ചേമ്പേർഡ് ആണ്, എന്നാൽ ആംഫീബിയൻസിൽ 3 ചേമ്പേർഡ് ആണ്. 2 ഓറിക്കിളും ഒരു വെൻട്രിക്കിളും ആയിട്ടാണ് കാണുന്നത്. അടുത്തത് ഈ ജീവികളുടെ മെയിലും ഫീമെയിലും സെക്സസ് സെപ്പറേറ്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ഓവിപാരസ് ആണ്. ഓവിപാരസ് മീൻസ് എഗ് ലേയിങ് ആണ്. പിന്നെ ഫെർട്ടിലൈസേഷൻ നടന്നുണ്ടാകുന്നത് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. നമുക്കറിയാം തവള, അതിന്റെ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ് നടക്കുന്നത്. അതിനുശേഷം ആ മുട്ട വിരിഞ്ഞിട്ട് ആ വാൽമാക്രി അല്ലെങ്കിൽ ടാഡ്പോള് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആകുന്നു അല്ലെ. ആ സമയത്തൊക്കെ ഗില്ലലാർ റെസ്പിറേഷൻ ആയിരിക്കും. അതിനുശേഷം ഇവര് അഡൽട്ട് ആയിട്ടുള്ള ഒരു ഫ്രോഗ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ ശരീരത്തിന് ടെയിൽ എന്ന് പറയുന്ന സ്ട്രക്ചറൊക്കെ ഇല്ലാതായി മാറുന്നു. ഹെഡ്, ട്രങ്ക് എന്ന രീതിയിലായിട്ട് ശരീരത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്. ആംഫീബിയൻസിൽ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് ജീവികളാണ് ബഫോ, ടോഡ്. ഇപ്പൊ തവള വർഗത്തിൽ വരുന്ന ജീവികൾ തന്നെയാണ്, കുറച്ച് വലിപ്പത്തിലുള്ള തവളകളാണ് ബഫോ അല്ലെങ്കിൽ ടോഡ് എന്ന് പറയുന്നത്. ദെൻ റാണ ടൈഗ്രീന, റാണ ഹെക്സാഡാക്ടൈല എന്നൊക്കെ പറയുന്നത് നമ്മുടെ സാധാരണ ഫ്രോഗിനെയാണ്. അപ്പോൾ ടോഡ്, ദെൻ ഫ്രോഗ്. ചെറിയ ഇനം ഫ്രോഗുകളുണ്ട്, മരത്തവള എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചെറിയ ചെറിയ ചാടി നടക്കുന്ന തവളകൾ, അതിനെ ഹൈല എന്നാണ് പറയുന്നത്. ട്രീ ഫ്രോഗ്, ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ട്രീ ഫ്രോഗ്, ഹൈല. നെക്സ്റ്റ് വൺ ഇക്തിയോഫിസ്. ഇക്തിയോഫിസ് മീൻസ് ലിംബ്ലെസ് ആംഫീബിയ. അപ്പൊ ആംഫീബിയൻസിന് പേഡ് ആയിട്ടുള്ള ലിംസുകൾ ഉള്ളതാണ് നമ്മൾ പറഞ്ഞു, എന്നാൽ ലിംബ് ഇല്ലാത്ത ആംഫീബിയാണ് ഇക്തിയോഫിസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഫിസിനെ കാണുമ്പോൾ ഒരു പാമ്പിനെ പോലെ പെട്ടെന്ന് തോന്നാം, പക്ഷെ അത് പാമ്പല്ല. ലിംബ്ലെസ് ആയിട്ടുള്ള ആംഫീബിയാണ് ഇക്തിയോഫിസ് എന്ന് പറയുന്നത്. അപ്പൊ മത്സ്യത്തിനെ പോലെ തോന്നുന്നതുകൊണ്ടാണ് ഇക്തിയോഫിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ സലമാൻഡ്ര. സലമാൻഡേഴ്സ് എന്ന് പറയുന്നതാണ്.
നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും ജീവികളാണ്. റപ്റ്റൈൽസിൽ വരുന്ന ജീവികളുടെ എക്സാമ്പിൾ ആദ്യം നോക്കാം. നമുക്ക് സ്നേക്ക്, ക്രോക്കഡൈൽ, ലിസാർഡ് തുടങ്ങിയ ജീവികളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഒരു ടോർട്ടോയിസ്. ഇനി ഇവയുടെ ശരീരം കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ്. സ്കിൻ ഈസ് ഡ്രൈ ആൻഡ് നോൺ ഗ്ലാൻഡുലാർ ആൻഡ് കവേർഡ് എക്സോസ്കെലട്ടൺ. അതായത് ഇതിന്റെ ശരീരം കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ടൈപ്പാണ് അല്ലെ. എപ്പിഡെർമൽ ആയിട്ടുള്ള സ്കെയിൽസുകൾ ഉണ്ട്. അപ്പൊ ഇവിടെ സ്കെയിൽ എന്നതിനേക്കാൾ കുറച്ച് ഹാർഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ ക്രോക്കഡൈൽസിലേക്ക് നോക്കുകയാണെങ്കിൽ പ്ലേറ്റ്സ് ലൈക്ക് സ്പൈൻ ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ളതാണ്. റെപ്റ്റൈൽസിലെ സ്കെയിൽസുകളും അതുപോലെ ഹാർഡൻ ആയിട്ടുള്ള പ്ലേറ്റ്സ് സ്ക്യൂട്സുകളാണ്, അല്ലെങ്കിൽ സ്പൈനി ആയിട്ടുള്ളതാണ് കാണപ്പെടുന്നത്. വാട്ടർ പ്രൂഫ് ആണ്. ദെൻ സ്കിൻ കാസ്റ്റ് പ്രോപ്പർട്ടി. അപ്പൊ ഈ റെപ്റ്റൈൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അവയുടെ സ്കിന് പടം പൊഴിക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചർ ഒക്കെ വരുന്ന സമയത്ത് ശരീരം എന്ത് ചെയ്യുന്നു, ഇവയുടെ പടം പൊഴിച്ച്, പാമ്പെല്ലാം അതിന്റെ പടം പൊഴിക്കാറുണ്ട്. ആ പ്രോസസ്സിനെയാണ് സ്കിൻ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സ്കിൻ കാസ്റ്റിംഗ് കാണിക്കുന്ന ക്ലാസ് ആണ് റെപ്റ്റീലിയ എന്ന് പറയുന്നത്. പിന്നെയോ ഹാർട്ട് ഈസ് 3 ചേമ്പേർഡ് ആണ്. അപ്പൊ 3 ചേമ്പറുകളാണ്. അവിടെയും പ്രത്യേകതയുണ്ട്. 2 ഏട്രിയോ, ഒരു വെൻട്രിക്കിൾ ആണ്. എന്നാൽ വെൻട്രിക്കിള് പാർഷ്യലി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ പാർഷ്യലി ഡിവൈഡ് ചെയ്തിട്ടുള്ള വെൻട്രിക്കിൾ ആണ്. എന്നാൽ ക്രോക്കഡൈൽസിൽ വരുമ്പോൾ ഇത് 4 ചേമ്പേർഡ് ആണ്. അപ്പൊ റെപ്റ്റൈൽസിൽ 3 ചേമ്പേർഡ് ആൻഡ് പാർഷ്യലി ഡിവൈഡഡ് വെൻട്രിക്കിൾ. ക്രോക്കഡൈൽസിലാണെങ്കിൽ എക്സെപ്ഷണൽ കേസ് ആണ് 4 ചേമ്പേർഡ് ഹാർട്ട് ആണ്. ഇനി ഈ ജീവികളുടെ എക്സ്റ്റേണൽ ഇയർ നമുക്കറിയാം. പാമ്പിനാണെങ്കിലും ചെവി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇല്ല. അത് ടിംപാന റെപ്രസെന്റ് ദ ഇയർ. ഇനി ഇവര് സ്റ്റിമുലസ് ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് ആ വൈബ്രേഷൻസ് ഒക്കെ മനസ്സിലാക്കിയാണ് ഇവരുടെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് ഡയറക്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്. അപ്പൊ ശരീരത്തിനകത്ത് വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷൻ ഇന്റേണലും ഡെവലപ്മെന്റ് ഡയറക്റ്റ് ആയിട്ടുള്ളതാണ്. ഇനി ഇതിൽ വരുന്ന ജീവികളുടെ പേരുകൾ നമുക്ക് പഠിക്കാം. റെപ്റ്റൈൽസിൽ വരുന്ന പ്രധാനപ്പെട്ട ജീവികൾ ടർട്ടിൽ, ടോർട്ടോയിസ്. ടർട്ടിൽ എന്ന് പറഞ്ഞാൽ കടലിൽ കാണുന്ന ആമയാണ് ടർട്ടിൽ. ടോർട്ടോയിസ് ഫ്രഷ് വാട്ടറിലായിട്ടുള്ളത്. കാമലിയോൺ, കലോട്ടസ്. കാമലിയോണും കലോട്ടസും ഓന്താണ്. അപ്പൊ ഓന്തുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? they have an ability to change their body color according to the surrounding. സറൗണ്ടിങ്ങിനനുസരിച്ച് ശരീരത്തിന്റെ നിറം വ്യത്യാസപ്പെടുത്താനുള്ള അതിന് ക്യാമോഫ്ലാഗ് എന്നാണ് പറയുന്നത്. അപ്പൊ ക്യാമോഫ്ലാഗ് എന്ന് പറയുന്നത് കാണിക്കുന്ന ജീവികളാണ് കാമലിയോൺ ആൻഡ് കലോട്ടസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ക്രോക്കഡൈൽസ് ആൻഡ് അലിഗേറ്റേഴ്സ്. ക്രോക്കഡൈൽസും അലിഗേറ്റേഴ്സും ക്രോക്കഡൈൽ വിഭാഗത്തിൽ തന്നെ വരുന്ന 2 ജീവികളാണ്. ദെൻ ഹെമിഡാക്ടൈലസ്, അതായത് വോൾ ലിസാർഡ് എന്ന് പറയും. ലിസാർഡ് ആണ് ഇതിൽ വരുന്ന. പിന്നെയോ സ്നേക്കുകൾ, പാമ്പുകൾ തന്നെ പലതരത്തിലുള്ളതുണ്ട്. അതിൽ നാജയാണ് കോബ്ര എന്ന് പറയുന്നത്. ബെൻകാരസ് എന്ന് പറഞ്ഞ ക്രൈറ്റ് ആണ്. അതുപോലെ തന്നെ വൈപ്പർ അണലിയാണ്. ഇതെല്ലാം തന്നെ വിഷ്വൽ ഉള്ള പ്രധാനപ്പെട്ട സ്നേക്കുകളുടെ പേരാണ്. എയ്ഡ്സിന്റെ പ്രത്യേകത ടെട്രാപോഡ വിഭാഗത്തിലെ പെയേർഡ് ലിംസുകളിലെ 4 ലിംസുകള് വിങ്സായി മോഡിഫൈ ചെയ്തിരിക്കുന്ന ജീവികളാണ് എയ്ഡ്സിൽ വരുന്നത്. അപ്പൊ മുൻകാലുകളാണ് ഇവയുടെ ചിറകുകളായിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ 4 limbs modified into wings. പിന്നെ ഹൈൻഡ് ആയിട്ടുള്ള പിറകിലുള്ള ലിംസുകളാണ് അവയുടെ വാക്കിങ്ങിനും അല്ലെങ്കിൽ സ്വിമ്മിങ്ങും മറ്റു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ 4 limbs modified into wings. പിന്നെയോ they are warm blooded animals, അല്ലെങ്കിൽ ഹോമിയോതേംസുകളാണ്. The jaws are modified into beak അല്ലെങ്കിൽ ബില്ല്, കൊക്കുകളായിട്ട് മാറിയിരിക്കുന്നു. ഇനി പക്ഷികൾക്ക് പറക്കുന്നതിന് സഹായിക്കുന്ന ഒരുപാട് അഡാപ്റ്റേഷൻസുകൾ ഉണ്ട്. അതിനെ നമ്മൾ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 4 limbs modified into wings ആണ്. അപ്പൊ വിങ്സിൽ ധാരാളം ഫെതേഴ്സുകൾ കാണപ്പെടുന്നുണ്ട്. ഇനി ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവയുടെ ശരീരത്ത് കാണുന്ന ബോൺസുകൾ എന്ന് പറയുന്നത് എയർ ഫിൽഡ് ആയിട്ടുള്ള ബോൺസുകളാണ്. അപ്പൊ വായു അറകൾ നിറഞ്ഞതായിട്ടുള്ള ബോണുകളാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ ഭാരം കുറവായിട്ട് കാണപ്പെടുന്നു. അപ്പൊ ബോഡി വെയിറ്റ് കുറഞ്ഞതായിട്ട് കാണുന്നതിന്റെ പ്രധാന കാരണം ഇവയുടെ ബോൺസ് എന്ന് പറഞ്ഞാൽ എയർ ഫിൽഡ് ആയിട്ടുള്ള ബോൺസുകളാണ്. അത്തരം ബോൺസുകളെ വിളിക്കുന്ന പേരാണ് ന്യൂമാറ്റിക് ബോൺസുകൾ. ന്യൂമാറ്റിക് ബോൺസുകൾ കാണപ്പെടുന്നതാണ് ക്ലാസ് എയ്ഡ്സിന്റെ പ്രത്യേകത. അത് അതിന്റെ ഒരു ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ആണ്. ന്യൂമാറ്റിക് ബോൺസ് ഉണ്ട്. 4 limbs modified into wings. വിങ്സിൽ ഫെതേഴ്സുകൾ കാണപ്പെടുന്നു. അടുത്ത ഇവരുടെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ 4 ചേമ്പേർഡ് ആയിട്ടുള്ള ഹാർട്ടാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രത്യേകത അഡീഷണൽ ആയിട്ട് ക്രോപ്പ് അതുപോലെ തന്നെ ഗിസാർഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഓഫ് ഫുഡ് ആണ്. ഗിസാർഡ് എന്ന് പറഞ്ഞാൽ ഇവർ കഴിക്കുന്ന ആഹാരം
കല്ലുകൾ, അതുപോലെ നല്ല കട്ടിയുള്ളതായിട്ടുള്ള, അപ്പൊ ഗ്രൈൻഡ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ചെറിയ തരത്തിലുള്ള ടീത്തുകളൊക്കെ അതിന്റെ ഉള്ളിലുണ്ടാവും. അപ്പൊ ഗ്രൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട് അല്ലെങ്കിൽ ഗ്രൈൻഡിങ്ങിന് സഹായിക്കുന്നതാണ് ഗിസാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ക്രോപ്പും ഗിസാർഡും എന്ന് പറയുന്ന ഒരു അഡീഷണൽ സ്ട്രക്ചർ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ മമേലിയയുടെ പ്രധാനപ്പെട്ട ഫീച്ചർ ആണ് ദേ ആർ ഗിവിംഗ് യങ് വൺസ് ബൈ ബർത്ത്, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. കൂടാതെയോ ദേ ഹാവ് മാമറി ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള ഗ്ലാൻഡ്സുകൾ കാണപ്പെടുന്നു. അപ്പോ ഗിവിംഗ് യങ് വൺസ് ബൈ ബർത്തും അതുപോലെ തന്നെ മാമറി ഗ്ലാൻഡ്സുകൾ കാണപ്പെടുന്നതായിട്ടുള്ള ക്ലാസ് ആണ് മമേലിയ എന്ന് പറയുന്നത്. പിന്നെ ഇവര് ഹോമിയോതോൺസുകളാണ്. ഇനി എന്തൊക്കെയാണ് മാമൽസിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇയർ അല്ലെങ്കിൽ പിന്ന എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്, റെസ്പിറേഷന് സഹായിക്കുന്ന ലങ്സ് ഉണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ്ഡ് ടൈപ്പ് ആണ്, 4 ചേമ്പേർഡ് ഹാർട്ട് ആണ്. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഡെവലപ്മെന്റ് നടന്നു വരുന്ന കുഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് ആണ്, നമ്മളെ പോലെയുള്ള ജീവികളെ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇനി മാമൽസിൽ വരുന്ന ജീവികളുടെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ചോദിക്കുന്ന ഭാഗമാണ് ഫസ്റ്റ് വൺ, എഗ് ലേയിങ് മാമൽ, മുട്ടയിടുന്ന മാമൽ, അല്ലെങ്കിൽ നമുക്ക് ഒവി പാരസ് എന്ന് വിളിക്കാം. ഒവി പാരസ് ആയിട്ടുള്ള ഒരു മാമൽ, മാമൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതാണ്, എന്നാൽ മുട്ടയിടുന്ന മാമലാണ് പ്ലാറ്റിപ്പസ് ആൻഡ് എക്വിപ്ന. അപ്പൊ പ്ലാറ്റിപ്പസ് ആൻഡ് എക്വിപ്ന എഗ് ലേയിങ് മാമൽ. ഇനി പ്ലാറ്റിപ്പസിന്റെ സയന്റിഫിക് നെയിം ചോദിക്കാറുണ്ടോ? ഓർണിന്തോറിങ്കസ്, ഓർണിന്തോറിങ്കസ്, ദാറ്റ് ഈസ് പ്ലാറ്റിപ്പസ്. നെക്സ്റ്റ് വൺ, ഫ്ലൈയിങ് ഫോക്സ്, പറക്കുന്ന മാമല്, നമുക്കറിയാം ബാറ്റ്, ദാറ്റ് ഈസ് ടെറോപ്പസ്, ടെറോപ്പസ്, ഫ്ലൈയിങ് ഫോക്സ്. ദെൻ പൗച്ച്ഡ് മാമൽ, പൗച്ച്ഡ് മാമലാണ് കങ്കാരു അല്ലെങ്കിൽ മാക്രോപ്പസ്. നെക്സ്റ്റ് വൺ, ബ്ലൂ വെയിൽ ആണ്, നമുക്കറിയാം ഏറ്റവും വലിയ മാമല് അല്ലെങ്കിൽ ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്നത് ബാലിനോപ്റ്ററ.